നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. മലയാളികളുടെ ഉൾപ്പെടെ ഇഷ്ട വിഭവമായ ബട്ടർ ചിക്കൻ, ഉത്തരേന്ത്യൻ തീൻമേശയിലെ രുചിയേറും വിഭവമായ ദാൽ മഖാനി. പറഞ്ഞു വരുന്നത് ഇവരുടെ രുചിക്കൂട്ടിനെ കുറിച്ചല്ല, ഇവ രണ്ടും കോടതി കയറിയതിനെ കുറിച്ചാണ്. ബട്ടർ ചിക്കനും ദാൽ മഖാനിയും ആരാണ് കണ്ടുപിടിച്ചത് എന്ന കാര്യത്തിലുള്ള രസകരമായ തർക്കമാണിപ്പോൾ ഡൽഹി ഹൈക്കോടതി വരെ എത്തി നിൽക്കുന്നത്. ഡൽഹിയിലെ പ്രമുഖ റെസ്റ്റോറന്റുകളായ മോത്തി മഹലും ദർയഗഞ്ചും തമ്മിലാണ് ഈ തർക്കം. ഇക്കാര്യത്തിൽ ഇരു കൂട്ടരും തമ്മിലുള്ള വാദപ്രതിവാദങ്ങൾ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായെങ്കിലും വിഷയം ഡൽഹി ഹൈക്കോടതിയിലെത്തിയതോടെയാണ് വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. ബട്ടർ ചിക്കനും ദാൽ മഖാനിയും ആദ്യമുണ്ടാക്കിയവർ തങ്ങളാണെന്ന ടാഗ് ലൈൻ ദർയഗഞ്ച് വെബ്സൈറ്റിൽ ഉൾപ്പെടെ ഉപയോഗിച്ചതാണ് തർക്കത്തിലേക്ക് വഴിവെച്ചത്. ദർയഗഞ്ചിന്റെ ഈ അവകാശവാദത്തിനെതിരെ മോത്തി മഹൽ കോടതിയെ സമീപിക്കുകയായിരുന്നു. മോത്തി മഹൽ റെസ്റ്റോറന്റിന്റെ മുൻ ഉടമയായ കുന്ദൻലാൽ ഗുജ്റാളാണ് ബട്ടർ ചിക്കനും ദാൽ മഖാനിയും ആദ്യം ഉണ്ടാക്കിയതെന്നാണ് ഇവരുടെ വാദം. 1950 മുതൽ പഴയ ഡൽഹിയിൽ മോത്തി മഹലിന്റെ ഹോട്ടൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഈ വിഭവങ്ങൾ ആദ്യം ഉണ്ടാക്കിയത് തങ്ങളാണെന്ന ദർയഗഞ്ച് അവകാശവാദം വിലക്കണമെന്നാണ് മോത്തി മഹൽ കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം കുന്ദൻലാൽ ഗുജ്റാളും ദർയഗഞ്ച് റെസ്റ്റോറന്റ് ഉടമയുമായ കുന്ദ്ലാൽ ജഗിയും ഒരുമിച്ച് പാകിസ്ഥാനിലെ പെഷ്വാറിൽ വിഭജനത്തിന് മുൻപേ തന്നെ സ്ഥാപിച്ചതാണ് ആദ്യത്തെ മോത്തി മഹൽ റെസ്റ്റോറന്റ് എന്നുമാണ് ദർയഗഞ്ച് ഉടമകളുടെ വാദം. ജഗിയാണ് ഈ സമയത്ത് ബട്ടർ ചിക്കന്റെയും ദാൽ മഖാനിയുടെയും രസക്കൂട്ട് ഇന്ത്യയിലേക്ക് എത്തിച്ചതെന്നും ദർയഗഞ്ച് അവകാശപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ബട്ടർ ചിക്കനും ദാൽ മഖാനിയും ആദ്യം ഉണ്ടാക്കിയവർ ആരെന്ന തർക്കത്തിന് കോടതി ഇനി തീർപ്പ് കൽപ്പിക്കും. ജനുവരി 16-ന് ജസ്റ്റിസ് സഞ്ജീവ് നരുലയുടെ മുൻപാകെ കേസ് പരിഗണിക്കുമ്പോൾ കോടതി സമൻസ് പുറപ്പെടുവിക്കുകയും അവകാശം വ്യക്തമാക്കുന്ന തെളിവുകളോ മറ്റ് രേഖകളോ ഹാജരാക്കാൻ ജസ്റ്റിസ് സഞ്ജീവ് നരുലയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ദർയഗഞ്ച് റെസ്റ്റോറന്റിനോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. മെയ് 29-നായിരിക്കും കേസ് വീണ്ടും പരിഗണിക്കുക. ദാൽ മഖാനി എന്ന വിഭവം കണ്ടെത്തിയതിന്റെ ചരിത്രവും മോത്തി മഹൽ ഉടമകൾ കോടതിയെ അറിയിച്ചു. ആദ്യകാലങ്ങളിൽ വിറ്റഴിക്കാതെ പോയ കോഴിയിറച്ചി ഫ്രിഡ്ജിനുള്ളിൽ സൂക്ഷിക്കുവാൻ കഴിയുമായിരുന്നില്ല. പാകം ചെയ്ത ചിക്കൻ ഉണങ്ങിപ്പോകുന്നതിനെ കുറിച്ച് ഗുജ്റാൾ ആശങ്കപ്പെട്ടിരുന്നു. ഇത്തരത്തിൽ ഉണങ്ങിപ്പോകുന്ന ചിക്കനെ വീണ്ടും രുചികരമായി ഭക്ഷിക്കാൻ ഒരു സോസ് കണ്ടുപിടിച്ചു. ആ കണ്ടുപിടുത്തമാണ് മഖാനി അല്ലെങ്കിൽ ബട്ടർ സോസ്. വെണ്ണ, ക്രീം, ചില മസാലകൾ എന്നിവയിലുള്ള ഗ്രേവി എന്നത്. അന്നത്തെ മഖാനിയുടെ ചേരുവകൾക്കൊപ്പം പയർ കൂടി ഉൾപ്പെടുത്തിയതോടെ ദാൽ മഖാനി എന്ന വിഭവം ഉണ്ടായെന്നും മോത്തി മഹൽ ഉടമകൾ അവകാശപ്പെടുന്നു. കേസിൽ ദർയഗഞ്ച് ഉടമകളുടെ മറുപടി ലഭിച്ച ശേഷം ഉടൻ വാദം ആരംഭിക്കും. മുതിർന്ന അഭിഭാഷകൻ സന്ദീപ് സേഫി, ചന്ദർ എം ലാൽ, അഭിഭാഷക ശ്രേയ സേത്തി എന്നിവർ മോത്തി മഹൽ ഉടമകൾക്ക് വേണ്ടി ഹാജരായപ്പോൾ മുതിർന്ന അഭിഭാഷകൻ അമിത് സിബൽ, അഭിഭാഷകരായ പ്രവീൺ ആനന്ദ്, ധ്രുവ് ആനന്ദ്, ഉദിത, രേവത മാത്തൂർ, നിമത് സിംഗ്, ഡി ഖന്ന എന്നിവർ ദർയഗഞ്ച് റെസ്റ്റോറന്റ് ഉടമകൾക്ക് വേണ്ടിയും ഹാജരായി. ഈ രണ്ട് ഹോട്ടലുകളുടെയും പ്രത്യേകത എടുത്ത് പറയുകയാണെങ്കിൽ ഇവയ്ക്ക് രണ്ടിനും പിന്നിൽ ഒരു ഐക്കോണിക് സ്റ്റോറിയുണ്ട്. ഒരു പാചക സാഹസികതയ്ക്ക് ഇറങ്ങി ഇന്ത്യൻ പാചകത്തിനെ തന്നെ മുഖച്ഛായ മാറ്റിമറിച്ച ഒരു മനുഷ്യന്റെ കഥയാണ് മോത്തി മഹലിന് പറയാനുള്ളത്. ഇന്ത്യൻ രുചിയിൽ അതിന്റെ ഭക്ഷണത്തിലെ സുഗന്ധ വ്യഞ്ജനത്തിനും മസാലകൾക്കും വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് ഒരു പാചകക്കുറിപ്പ്. വെണ്ണ നിറച്ച് ആനന്ദമുണ്ടാക്കി. സാധാരണ കോഴിക്കൊരു പ്രത്യേക ഫ്ലേവർ കൊണ്ടുവന്ന ഒരു മനുഷ്യന്റെ കഥ. പെഷ്വാറിലെ പെബ്ലിയൻ ഗ്രാമമായ തന്തൂരിനെ ബേക്കിങ്ങിനായി മാറ്റിയ ആ മനുഷ്യൻ തന്റെ നവീകരണത്തിന് വേണ്ടി ഒരു രാജകീയ മാതൃക എന്ന പോലെ തന്തൂരി ചിക്കൻ ഉണ്ടാക്കി. പിന്നെ അത് ബട്ടർ ചിക്കൻ വന്നു. രുചിയിൽ വിപ്ലവം തീർത്ത ഇന്ത്യൻ ഭക്ഷണശീലങ്ങളിൽ മാറ്റം വരുത്തി. ഈ റെസ്റ്റോറന്റിനെ പറ്റി ഒരു പ്രശസ്തമായ വിശേഷണമുണ്ട്. മോത്തി മഹലിൽ നിന്നും ഭക്ഷണം കഴിക്കാതെ ഡൽഹിയിൽ നിന്നും വരുന്നത് താജ്മഹൽ കാണാതെ ആഗ്ര സന്ദർശിച്ചതിന് തുല്യമായിരിക്കുമെന്ന്. അത്രത്തോളം വാഴ്ത്തപ്പെട്ടതാണ് അവിടുത്തെ ഭക്ഷണം. ദർയഗഞ്ച് റെസ്റ്റോറന്റ് ആകട്ടെ കുന്ദൻലാൽ ജഗി തന്റെ 2 സുഹൃത്തുക്കളുമായി ചേർന്ന് 1947-ൽ ഡൽഹി ദർയഗഞ്ച് റെസ്റ്റോറന്റ് തുടങ്ങി. ഒരു രാത്രി അവരുടെ ഭക്ഷണശാലയിൽ ധാരാളം അതിഥികൾ വന്ന സമയം. അടുക്കളയിൽ അധികം ഭക്ഷണം ഉണ്ടായിരുന്നില്ല. ബാക്കി വന്ന ചിക്കൻ എടുത്ത് തക്കാളിയും വെണ്ണയും ചേർത്ത് ഗ്രേവി ഉണ്ടാക്കി. അങ്ങനെയാണ് ബട്ടർ ചിക്കൻ കണ്ടുപിടിച്ചത്. അതേ വർഷം ദാൽ മഖാനി പോലും അവരുടെ റെസ്റ്റോറന്റിൽ കണ്ടുപിടിച്ചു എന്നാണ് അവരുടെയും ഇതിഹാസ കഥകളിൽ പറയുന്നത്.